ഹലോ, എല്ലാവർക്കും ഈ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. തേങ്ങ ചേർക്കാതെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു സ്പെഷ്യലാകട്ടെ. അപ്പോൾ എല്ലാവർക്കും കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ തേങ്ങയൊന്നും അധികം ഉപയോഗിക്കാതെ നമുക്കൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമ്മൾ കുക്കറിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീനച്ചട്ടി ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് ഈ സാധനങ്ങളെല്ലാം കൂടി അതിൽ തട്ടി കുറച്ച് വെള്ളവും കൂടി വീഴ്ത്തി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ച് ഉപയോഗിക്കാം. ഞാനിവിടെ വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് 3 വിസിൽ കേൾക്കുന്നത് വരെ ആവി കയറ്റുക. ഒരു 3 വിസിലാകുമ്പോഴത്തേക്ക് ഇതിറക്കി താഴെ വയ്ക്കുക. ഇതിൻ്റെ ആവിയെല്ലാം പോകുന്നത് വരെ താഴെ വെച്ചേക്ക്. ഇതിലേക്ക് നമുക്കൊരു കൂട്ട് വേണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. അപ്പം മല്ലിപ്പൊടി 1 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സെയിം അളവ് തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഇതിൽ കൂടി വേണമെങ്കിൽ നമുക്ക് തക്കാളി ചേർക്കാം, മുളക് പൊടിയുടെ ഒരു കളറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുളക് പൊടി കുറച്ചാലും തക്കാളി ഇടുന്ന സമയത്ത് ഒരു ചുവപ്പ് നിറം കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് തക്കാളിയും കൂടി ഉപയോഗിക്കാം. ഒരു ചെറിയ പുളിപ്പും കൂടി ഉണ്ടാവും. അപ്പോഴ് ഞാനിവിടെ തക്കാളി എടുത്തിട്ടില്ല. എന്നിട്ട് നമ്മുടെ ഈ കുക്കറിൽ ആവി പോകുന്ന ആ സമയത്തിന് ചീനച്ചട്ടി ചൂടാക്കുക, കടുക് താളിക്കുക, കടുക് പൊട്ടിച്ച് വറ്റൽ മുളകും കൂടി ചേർക്കുക, കരിവേപ്പിലയും കൂടി ഇടുക. നമുക്കിത് ഈ കറിയെന്ന് വെച്ചാൽ ചപ്പാത്തിയിലൂടെയൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം, പിന്നെ പുട്ടിനെടുക്കാം. പുട്ടിനും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കറിയായിരിക്കും. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ അരപ്പെല്ലാം കൂടി, ആ കൂട്ടെല്ലാം കൂടി എണ്ണയിലിട്ടൊന്ന് വശക്കണം. നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഈ മുളകിൻ്റെയും മല്ലിയുടെയും എല്ലാം പച്ചമണങ്ങളെല്ലാം മാറിയതിന് ശേഷം നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്യുക. ആവിയെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഒഴിക്കുക. നമ്മുടെ ഈ കൂട്ടും ഉരുളക്കിഴങ്ങുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ കറി എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഇതിൽ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ട്, കാരണം നമ്മൾ 3 വിസിൽ മാത്രമേ കേൾപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു അല്പം വേവ് ബാക്കിയുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ കഷ്ണം വേണ്ടാന്നുള്ളവരാണെങ്കിൽ അതിനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഉടച്ചു കൊടുക്കാതെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റോളം തീ സ്ലിമ്മിലിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടൊഴിച്ച് സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള കറികൾ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക.